കോതമംഗലത്ത് യുവതി ആൺ സുഹൃത്തിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തി. മാതിരപ്പള്ളി സ്വദേശി അൻസിലാണ് കൊല്ലപ്പെട്ടത്. പിണ്ടിമന മാലിപ്പാറയ്ക്ക് സമീപം പഴങ്ങര സ്വദേശിനി അധീനയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാതിരപ്പള്ളി മേലേത്തുമാലിൽ അൻസിൽ അലിയാറാണ് കൊല്ലപ്പെട്ടത്. 38 വയസ്സായിരുന്നു. അൻസിലിനെ സുഹൃത്തായ പിണ്ടിമന മാലിപ്പാറ ഇടയത്തുകുടി അധീന വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിഷം അകത്തു ചെന്ന് ഗുരുതരാവസ്ഥയിലായ അൻസിൽ ആലുവയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. അധീന വിഷം നൽകിയെന്ന് മരണത്തിന് മുമ്പേ അൻസിൽ ബന്ധുവിനോട് സൂചിപ്പിച്ചിരുന്നു. ഇതാണ് അന്വേഷണത്തിൽ നിർണായകമായത്. ആദ്യം വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരുന്നു. അൻസിലിന്റെ മരണം സംഭവിച്ചതോടെ അധീനയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയാണുണ്ടായത്. ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെ അധീനയുടെ വീട്ടിൽ വച്ചാണ് സംഭവമുണ്ടായത്. അധീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാണിത്. വിഷം അകത്തു ചെന്ന ശേഷം അൻസിൽ അവശനായതോടെ അധീനയാണ് കോതമംഗലം പോലീസിനെ ആദ്യം വിവരമറിയിച്ചത്. വീടിനടുത്ത് ഒരാൾ വിഷം കഴിച്ചു കിടക്കുന്നു എന്നായിരുന്നു അധീന നൽകിയ വിവരം. ഇതിനിടെ അൻസിലും പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക് ഫോൺ ചെയ്ത് വിവരമറിയിച്ചിരുന്നു. ഉടൻ സ്ഥലത്തെത്തിയ പോലീസ് അൻസിലിന്റെ ബന്ധുക്കളെ അറിയിക്കുകയും ആംബുലൻസ് വരുത്തി അൻസിലിനെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. ആംബുലൻസിൽ വച്ചാണ് അധീനയാണ് വിഷം നൽകിയതെന്ന് അൻസിൽ ബന്ധുവിനോട് പറഞ്ഞത്. ടിപ്പർ ഡ്രൈവറാണ് അൻസിൽ. 1 വർഷം മുമ്പ് അൻസിലിനെതിരെ അധീന പോലീസിൽ പരാതി നൽകിയിരുന്നു. തന്നെ മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി. പോലീസ് കേസെടുത്തെങ്കിലും പിന്നീട് അധീന പരാതി പിൻവലിച്ചു. ഒത്തുതീർപ്പ് വ്യവസ്ഥ പ്രകാരം നൽകേണ്ട പണം അൻസിൽ നൽകാതിരുന്നത് അധീനയെ പ്രകോപിപ്പിച്ചതായാണ് സംശയം. ഇതും മറ്റു ചില പ്രശ്നങ്ങളുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ചോദ്യം ചെയ്യലിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. പോലീസ് ഇൻസ്പെക്ടർ PT ബിജോയിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണവും തുടർ നടപടികളും സ്വീകരിച്ചത്. അൻസിലിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ബന്ധുക്കൾ ഏറ്റുവാങ്ങിയ മൃതദേഹം വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം സംസ്കരിച്ചു. GTV ന്യൂസ്, കോതമംഗലം.